ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഹാഷ്ടാഗ് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് തമ്മിലുള്ള ഫൈനൽ കലാശ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരും. ഇരു ടീമുകളും മികച്ച ടീമുകളാകുമ്പോൾ കിരീടം ആർക്കാകുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഘട്ടത്തിലാണ്. നിലവിൽ ടൂർണമെന്റിലെ മുഴുവൻ മത്സരങ്ങളും ദുബായ് പിച്ചുകളിൽ കളിച്ച ടീം ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ മുൻതൂക്കമുണ്ടാവുക എന്നാണ് പല ക്രിക്കറ്റ് വിദഗ്ധരും മുൻ ക്രിക്കറ്റ് താരങ്ങളുമൊക്കെ അവകാശപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയ നേരിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. എന്നാൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഇന്ത്യയെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അത് തങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നുണ്ടെന്നും ദുബായിലെ പിച്ച് കണ്ടീഷൻ എന്താണെന്നും അവിടെ അവർക്ക് എന്താണ് ഇന്ത്യക്കെതിരെ ചെയ്യേണ്ടതെന്നും ആ ഒരു മത്സരത്തിലൂടെ തന്നെ തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതവർ ചെയ്യും എന്നുമാണ് സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയ ശേഷം ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാന്റർ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഫൈനലിൽ ന്യൂസിലൻഡും കരുതി തന്നെയാകും ഇറങ്ങുക. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിൻ അറ്റാക്കിനെ നേരിടാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടാകും അവർ ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ അവർക്ക് അടിതെറ്റിയത് ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗിന് മുന്നിലായിരുന്നു, പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തിക്ക് മുന്നിൽ. വരുൺ എറിയുന്ന പന്തുകൾ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ ന്യൂസിലൻഡ് ബാറ്റർമാർ വരുണിന്റെ പന്തുകൾക്ക് മുന്നിൽ തപ്പിത്തടയുകയായിരുന്നു. ഫൈനലിൽ ഇന്ത്യ ഇറങ്ങുന്നത് ഇതേ സ്പിന്നറുടെ ആത്മവിശ്വാസത്തിലായിരിക്കും. എന്നാൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം പോലെ ആകില്ല ഫൈനൽ പോരാട്ടം. ന്യൂസിലൻഡിനെ നല്ലോണം ഭയക്കേണ്ടതുണ്ട്. അവരിപ്പോൾ കൂടുതൽ കരുത്തരാണ്. അവരുടെ ബാറ്റിംഗിലേക്ക് വന്നാൽ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ഫോം കണ്ടെത്താൻ കഴിയാതിരുന്ന കെയ്ൻ വില്യംസൺ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വളരെ നല്ല പ്രകടനം നടത്തിയതോടുകൂടി ന്യൂസിലൻഡ് ബാറ്റിംഗ് നിര കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കെയ്ൻ വില്യംസൺ സെഞ്ചുറി നേടി. ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിൽ ഒരു വശത്ത് ന്യൂസിലൻഡ് ബാറ്റർമാരെല്ലാം തുടരെ പുറത്തായപ്പോഴും മറുവശത്ത് ഉറച്ചുനിന്ന് നല്ലൊരു ബാറ്റിംഗ് പുറത്തെടുക്കാനും വില്യംസന് സാധിച്ചിട്ടുണ്ട്. രജിൻ രവീന്ദ്ര ആകട്ടെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെമി ഫൈനലിൽ ഈ ടൂർണമെന്റിലെ തന്റെ 2ാം സെഞ്ചുറിയും കുറിച്ചു. പിന്നെ ഡാരൽ മിച്ചൽ, വില്യം ടോംലതം, ഗ്ലെൻ ഫിലിപ്സ് ഒക്കെ നന്നായി കളിക്കാനും ശ്രമിക്കുന്നവരാണ്. വേണ്ടിവന്നാൽ നായകൻ മിച്ചൽ സാന്ററും മൈക്കൽ ബ്രേസ്വെലും ബാറ്റിംഗിൽ നല്ല പ്രകടനം നടത്താൻ കഴിയുന്നവരുമാണ്. ന്യൂസിലൻഡിന്റെ ബൗളിംഗ് നിര ഇന്ത്യയുടെ ബൗളിംഗ് അറ്റാക്കിനേക്കാൾ ശക്തമാണോ? അതെ എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസിലൻഡ് പേസർമാർ എല്ലാവരും തിളങ്ങുന്നുണ്ട്. 3 പേസർമാരുമായിട്ടാണ് ന്യൂസിലൻഡ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. 3 പേരും അവരാൽ കഴിയുന്ന രീതിയിൽ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിലും ഇന്ത്യയെ നന്നായി പേസർമാർ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. മാറ്റ് ഹെൻറി 5 വിക്കറ്റാണ് ഇന്ത്യക്കെതിരെ നേടിയത്. അതുപോലെ ജാമിസൺ, വില്യം റൂർക്കിയൊക്കെ കൂടുതൽ ബൗൺസറുകൾ കൊണ്ടും മറ്റും ഇന്ത്യക്ക് പല ഘട്ടത്തിലും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. നായകൻ സാന്റർ നയിക്കുന്ന സ്പിന്നിര വളരെ ശക്തമാണ്. ഇന്ത്യക്കെതിരെയും സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും വളരെ നല്ല പ്രകടനം സാന്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സാന്ററിനെ കൂടാതെ 3 ഓൾറൗണ്ടർ സ്പിന്നർമാരെ കൂടി ഉപയോഗിക്കാനും അവർക്ക് സാധിക്കുന്നു. ഓൾറൗണ്ടർമാരുടെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ ഒരുപടി മുന്നിലാണ് ന്യൂസിലൻഡ്. ഇന്ത്യക്ക് 3 ഓൾറൗണ്ടർ ആണെങ്കിൽ അവർക്ക് സാന്റർ അടക്കം 4 ഓൾറൗണ്ടർമാരാൽ ബാറ്റിംഗിലും ബൗളിംഗിലും കൂടുതൽ ഡെപ്ത് നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ കാര്യമെടുത്താൽ ടോപ്പ് ഓർഡർ ലൈനിൽ നേരിയ നിരാശയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമുക്ക് നൽകിയത്. വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗിൽ തിളങ്ങാതെ പോയത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ട്. ഫൈനലിലും അത് ആവർത്തിച്ചാൽ കാര്യങ്ങൾ ഇന്ത്യക്ക് പ്രതികൂലമായി മാറും. രോഹിത് ശർമ്മയാകട്ടെ കൂടുതൽ പന്തുകൾ കളിക്കും മുമ്പ് തന്നെ പുറത്താവുകയും ചെയ്യുന്നു. രോഹിത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ക്രീസിൽ നിലയുറപ്പിക്കേണ്ടതുണ്ട്. ആദ്യത്തെ പവർ പ്ലേയിൽ നല്ലൊരു സ്കോർ നേടുക എന്ന ലക്ഷ്യത്തിലാണ് രോഹിത് ബാറ്റ് വീശുന്നത്. എന്നാൽ ഫൈനൽ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നന്നായി കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. കുറെ കൂടി ഓവറുകൾ അദ്ദേഹം ക്രീസിൽ തന്നെ ഉണ്ടായാൽ തുടക്കം നല്ലൊരു സ്കോർ തന്നെ നമുക്ക് നേടാനാകും. ഇന്ത്യയുടെ മിഡിൽ ഓർഡറിലാണ് എല്ലാം ഉള്ളത്. കഴിഞ്ഞ ചില മത്സരങ്ങളിലും ടോപ്പ് ഓർഡർ നിര ഏതാണ്ട് തകർച്ചയിലായപ്പോഴും അവിടെ നിന്ന് കരകയറ്റിയത് ശ്രേയസ് അയ്യർ അടക്കമുള്ള മധ്യനിര ബാറ്റർമാരാണ്. അതുകൊണ്ട് ടോപ്പ് ഓർഡർ നിര തകർന്നാലും മധ്യനിരയിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ എതിരാളി ന്യൂസിലൻഡ് കൂടിയാകുമ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച മതി ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രതികൂലമായി മാറാൻ. ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലേക്ക് നോക്കുമ്പോൾ പേസ് നിര അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. നിലവിൽ മുഹമ്മദ് ഷമിയാണ് പേസ് നിരയെ നയിക്കുന്നത്, കൂടെ ഹാർദിക് പാണ്ഡ്യയും. എന്നാൽ പേസ് അറ്റാക്കിൽ ഇവർക്ക് കാര്യമായ ഒരു സംഭാവന ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ബൗളിംഗിൽ ഇന്ത്യ വലക്കുന്ന മറ്റൊരു പ്രശ്നം. തുടക്കം നല്ല റൺസാണ് പേസ് ബൗളർമാർ വിട്ടുകൊടുക്കുന്നത്. സ്പിന്നർമാർക്ക് അനുകൂലമാകുന്ന ദുബായിലെ പിച്ചിൽ ഇന്ത്യയുടെ ബൗളിംഗ് കരുത്ത് സ്പിന്നർമാർ തന്നെയാണ്. പക്ഷേ ഓസ്ട്രേലിയക്കെതിരെയുള്ള സെമി ഫൈനലിൽ 4 സ്പിന്നർമാരുമായി ഇറങ്ങിയ ടീം ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. സ്പിന്നർമാർക്ക് മുൻപത്തെ മത്സരങ്ങളിലെ പോലെ ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ പ്രഹരമേൽപ്പിക്കാൻ സാധിച്ചില്ല എന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തിയൊക്കെ ഓസ്ട്രേലിയൻ ബാറ്റർമാർ നന്നായി തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. 4 സ്പിന്നർമാരെ തന്നെ ഫൈനലിലും ഇന്ത്യ പരീക്ഷിച്ചേക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഫീൽഡിംഗിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പർ KL രാഹുൽ അടക്കം ഒരുപാട് മിസ്ഫീൽഡാണ് ഇന്ത്യൻ ടീമിൽ നിന്നും സംഭവിച്ചിട്ടുള്ളത്. ഫീൽഡിംഗിൽ കുറെ കൂടി ടീം ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യൂസിലൻഡ് വളരെ മികച്ച ഫീൽഡിംഗ് ആണ് പുറത്തെടുത്തിട്ടുള്ളത്. അതിലൂടെ ഒരുപാട് റൺസ് അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും അത് മത്സരത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഗ്ലെൻ ഫിലിപ്സ് എന്ന സൂപ്പർമാന്റെ മാസ്മരിക ഫീൽഡിംഗ് ആണ്. അപ്പോൾ ഒരു വശത്ത് കൂടി നോക്കിയാൽ നിലവിൽ ഇന്ത്യയേക്കാൾ കുറച്ചുകൂടെ കരുത്ത് കൂടുതൽ ന്യൂസിലൻഡിനാണെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇന്ത്യക്ക് എന്താണ് ദുബായിൽ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞ മത്സരങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതവർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ടീമിന്റെ കിരീട നേട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം.